കേരളത്തിന്റെ 14 ജില്ലകളിലും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ MP ഗോപകുമാർ നയിക്കുന്ന കളക്ട്രേറ്റ് മാർച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ടൗൺ ഹാളിന്റെ മൈതാനത്ത് നിന്നും പുറപ്പെടുന്നതാണ്. നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജാഥയുടെ ഡിമാൻഡ് അനുചരണമെന്ന് അറിയിച്ചു ഗണപതിയുടെ കരിയും കറിയും വിടണ്ട സർക്കാർ കേരള മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്തിന്റെ മാഫിയ സംഘടനകളുടെ മണൽ മാഫിയകളുടെ നേതൃത്വം നൽകുന്ന കേരള മുഖ്യമന്ത്രി അഴിമതിയുടെ കരിയും കറിയും വിടേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അണിയക്കാരൻ അമരക്കാരൻ ആലപ്പുഴ ജില്ലയുടെ അധ്യക്ഷൻ സ്ഥാനാർത്ഥിയായ MP ഗോപകുമാർ നയിക്കുന്ന കളക്ട്രേറ്റ് മാർച്ച് ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ BJP പ്രവർത്തകരും ഈ അണിനിരക്കണമെന്ന് അറിയിക്കുകയാണ്. സമസ്ത മേഖലകളും അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളം എരിഞ്ഞമർന്നുപോയ കേരളത്തെ രക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ MP ഗോപകുമാർ നയിക്കുന്ന കളക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. അഴിമതിയുടെ കരിയും കറിയും പുരണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് പെരുവഴിയിൽ ഉടുമ്പന്തില്ലാതെ നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജി വെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ട്രേറ്റ് മാർച്ച് നടത്തുകയാണ്. രാഷ്ട്രീയ പ്രമുഖരായ ആലപ്പുഴ നിവാസികൾ കേരള മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. പ്രചരണ പരിപാടി എല്ലാ സജ്ജനങ്ങളും ഈ പരിപാടിയുടെ വിജയത്തിനായി എത്തിച്ചേരണമെന്ന് അറിയിക്കാൻ ഈ മാർച്ചോട് അറിയിക്കണമെന്ന് അറിയിച്ചു പോവുകയാണ്. കേരള മുഖ്യമന്ത്രി അഴിമതിയിൽ മുന്നിക്കുറിച്ച് നിൽക്കുന്ന അഴിമതിയുടെ കറിയും പുരണ്ട ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിന് വേണ്ട, ഈ നമ്മുടെ രാജ്യത്തിന് വേണ്ട, നാടിന് വേണ്ട എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കളക്ട്രേറ്റ് മാർച്ചാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഈ മാർച്ച് കളക്ട്രേറ്റ് എത്തുമ്പോൾ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ സംസ്ഥാന ദേശീയ നിർവഹണ സമിതി അംഗം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രവർത്തകരും ഈ പരിപാടിക്ക് ജാഥയുടെ പിന്നാലെ അണിചേരണമെന്ന് അറിയിച്ചു കൊള്ളുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ജില്ലയുടെ അണിയക്കാരൻ അമരക്കാരൻ സ്ഥാനാർത്ഥിയായ ജില്ലാ അധ്യക്ഷൻ ശ്രീ MP ഗോപകുമാർ നയിക്കുന്ന കളക്ട്രേറ്റ് മാർച്ച് ഈ രാജപാതയെ ഈ മാർച്ച് കളക്ട്രേറ്റിൽ എത്തിച്ചേരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമിതി അംഗം സ്ഥാനാർത്ഥിയായ കേരളത്തിന്റെ ഒരു വലിയ കേരളത്തിന്റെ കേരള ജനതയുടെ മുന്നിൽ ദേശീയ ഈ കളക്ട്രേറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ മാർച്ചിന്റെ ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം സ്ഥാനാർത്ഥിയായ ശ്രീ P.K. കൃഷ്ണദാസ് അവരുകളാണ്. ഈ രാജപാതയിലൂടെ കടന്നു വരുന്ന മാർച്ച് ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ MP
ഗോപകുമാർ നയിക്കുന്നു. ഈ കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അഴിമതി നടത്തിയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഇയാളായി മാഫിയയുടെയും സ്വർണ്ണക്കടികളുടെയും ഒക്കെ മാഫിയ തലവനായി മാറിയിരിക്കുന്ന മയക്കുമരുന്ന് പഞ്ചാബ് എല്ലാം ഒത്താശക്കാരനായി വിടുപണി ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ രാജ്യത്തിന് ഈ നാടിന് അപമാനമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സാക്ഷര കേരളത്തിന് ഏറ്റവും വലിയ അപമാനമായി മാറിയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിന്റെ 14 ജില്ലകളിലും അണിയിച്ചൊരുക്കിയിട്ടുള്ള നടത്തുന്ന കളക്ടറേറ്റ് മാർച്ച് ആലപ്പുഴയുടെ തിരുവീതിയിലൂടെ കടന്നു വരികയാണ്. ആലപ്പുഴയുടെ ഈ റോഡിലൂടെ രാജപാതയിലൂടെ കടന്നു വരുന്ന ഈ മാർച്ച് കളക്ടറേറ്റിൽ എത്തിച്ചേരുമ്പോൾ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു PK കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം ആരാധ്യനായ PK കൃഷ്ണദാസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന കളക്ടറേറ്റ് മാർച്ച് ഈ രാജപാതയിലൂടെ കടന്നു വരികയാണ്. എന്റെ സമസ്ത മേഖലകളിലും അഴിമതിയുടെ നീരാളിപ്പിടുത്തത്തിൽ അമർന്നുപോയ അഴിമതിയുടെ കരിയും കറയും പുരണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ഒടുങ്ങും കഴിഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകുക. ഇനി രാജിയല്ലാതെ അല്ലെങ്കിൽ ഒരു മറ്റൊരു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇന്ന് ആ അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന നാലംകെട്ട ഒരു മുഖ്യമന്ത്രി, കേരളത്തിന്റെ നാലംകെട്ട ഈ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇത് കേരളത്തിന്റെ 14 ജില്ലകളിലും അതിശക്തമായ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. 14 ജില്ലാ കളക്ടറേറ്റ് ഓഫീസുകളിലേക്ക് നടക്കുന്ന മാർച്ച്, അതിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടക്കുന്ന ഈ കളക്ടറേറ്റ് മാർച്ചിലേക്ക് ഈ യാത്ര ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കളക്ടറേറ്റ് മാർച്ചിൽ എത്തിച്ചേരുന്ന കളക്ടറേറ്റിൽ യാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം സമാരാധ്യനായ ശ്രീ PK കൃഷ്ണദാസ് അവരുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഉദ്ഘാടനങ്ങൾ ഈ ജില്ലകളിലെല്ലാം തന്നെ ഇത്തരം അതിശക്തമായ ഈ പ്രതിഷേധ മാർച്ചിന്റെ അലയൊലികൾ അതിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ വരുന്ന അവസ്ഥയിലേക്കാണ്. കൂടുതൽ നാണക്കെട്ട് വീണ്ടും അവഹേളിതനായി ഈ കസേരയിൽ പിടിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ കളക്ടറേറ്റ് മാർച്ചാണ് ഈ രാജപാതയിലൂടെ കടന്നു വരുന്നത്. അഴിമതിയുടെ കരിയും കറയും പുരണ്ടു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്തിന്റെ അപമാനമാണ്, നാണക്കേടാണ്. സമസ്ത കേരളത്തിലും സാക്ഷര കേരളത്തിലുമൊക്കെ അപമാനമായി നിൽക്കുന്ന, അപമാനമായി അവഹേളിതനായി മാറി നിൽക്കുന്ന ഈ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെച്ചൊഴിയണം. നിങ്ങളുടെ ഭരണം ഈ നാടിന് ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലെ കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി വരുന്ന ഒരു പ്രതിഷേധ മാർച്ചാണ് ഇന്ന് ആലപ്പുഴയുടെ നെരുവീതിയിലൂടെ ആലപ്പുഴയുടെ ഈ രാജപാതയെ പുലകച്ചാർ തെളിയിച്ചുകൊണ്ട് ആലപ്പുഴയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ MV ഗോപകുമാർ നയിക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കേരളത്തിന്റെ സമസ്ത മേഖലകളിലും അതായത് ഒത്തുകൊണ്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വിലക്കയറ്റം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു. കൂട്ടസൂചി മുതൽ ഓട്ടോക്കാർ വരെയുള്ള വാഹനങ്ങളുടെ വിലക്കയറ്റം, അങ്ങനെ സമസ്ത മേഖലകളിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനത ആവശ്യപ്പെടുന്നു എത്രയും പെട്ടെന്ന് കേരള മുഖ്യമന്ത്രി രാജിവെച്ചു. അഴിമതിയുടെയും ഗതികാര്യസ്ഥതയുടെയും സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയകളുടെയും മണൽ മാഫിയകളുടെയും പഞ്ചാബ് ലോബികളുടെയും എല്ലാം പിടിയാളായി പ്രവർത്തിക്കുന്ന, അല്ലെ അവരുടെ കൈകളിലെ കളിപ്പാവയായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കേരള ജനതയ്ക്ക് ആവശ്യമില്ല എന്നതൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ അണിയിച്ചൊരുക്കുന്ന ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ നയിക്കുന്ന പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിലേക്ക് ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടറേറ്റിൽ എത്തിച്ചേരുന്ന ഈ മാർച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം ശ്രീ PK കൃഷ്ണദാസ്, സമാരാധ്യനായ ശ്രീ PK കൃഷ്ണദാസ് അവരുകൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ മാർച്ചിന്റെ
ജനതാ പാർട്ടിയുടെ പ്രശ്നമല്ല. ഇന്ന് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഏറ്റവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന കേരള ജനതയുടെ ഒന്ന് ജീവിക്കാൻ അത് രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരു കേരള വിമുക്ത ജനതയുടെ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കളക്ട്രേറ്റ് മാർച്ച്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം ഒരു വലിയ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി. ഇനിയും രാജ്യമില്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ കേരളത്തെ അഴിമതിയിൽ നിന്നും സ്വന്തം മാഫിയയിൽ നിന്നും കഞ്ചാവ് ഗോളികളിൽ നിന്നും മണൽ മാഫിയയിൽ നിന്നും ഇയാളെ പിടിച്ചെടുക്കുന്നതെല്ലാം ലക്ഷ്യമിട്ടുണ്ടെങ്കിൽ ഈ അഴിമതി വീരനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി രാജിവെക്കണം. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ മാർച്ചിലൂടെ ഈ പ്രതിഷേധ റാലിയിലൂടെ ജനങ്ങളോട് പറയുന്നതാണ്. കേരള മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് രാജിവെക്കണം. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എം പി ഗോപകുമാർ നയിക്കുന്ന പ്രതിഷേധ കളക്ട്രേറ്റ് മാർച്ചാണ് ഇത് ഈ രാജപാതയിലൂടെ കടന്നുവരുന്നത്. ഈ കളക്ട്രേറ്റിൽ എത്തിച്ചേരുന്ന മാർച്ച് പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം സമാരാധ്യനായ ശ്രീ ടി കൃഷ്ണദാസ് അവர்கள் നിർവഹിക്കുന്നു. തുടർന്ന് കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിനായി ജനങ്ങൾ കാതുകൊടുക്കുകയാണ്. കേരളത്തിന്റെ രക്ഷയ്ക്കായി കേരളത്തിന്റെ ഈ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കുവാൻ ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജിമുതൽ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ തന്നെ രാജി പൂർണ്ണമായും ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ കടകൂട് വരെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. ഒരു രൂപ പോലും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിക്കില്ല എന്ന് ജനങ്ങളോട് വാക്കുകൊടുത്ത ജനങ്ങളോട് വീമ്പ് പറഞ്ഞ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് ഇരട്ടിൽ തപ്പുകയാണ്. ഇന്ന് കേരള മുഖ്യമന്ത്രി പെരുവഴിയിൽ ഇതുകൊണ്ട് ഏറ്റുപോയ അവന്റെ അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ദുർഭരണം, ഈ ദുഷിച്ച ഭരണം, ഈ നാറിയ ഭരണം അവസാനിപ്പിക്കണമെന്ന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിന്റെ 14 ജില്ലകളിലും സംഘടിപ്പിച്ചിട്ടുള്ള അതിശക്തമായ പ്രതിഷേധ മാർച്ചിന്റെ അലിയൊലി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ എം പി ഗോപകുമാറിന്റെ സാന്നിധ്യത്തിൽ ആലപ്പുഴയിലൂടെ ഒഴുകിയെത്തുകയാണ്. ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്ന ഈ പ്രതിഷേധ മാർച്ച് കളക്ട്രേറ്റ് പടിക്കൽ എത്തിച്ചേരുമ്പോൾ ഈ മാർച്ചിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം സമാരാധ്യനായ ശ്രീ ടി കെ കൃഷ്ണദാസ് അവர்கள் എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നാടിന്റെ മോചനത്തിനായി ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഈ കേരള ജനതയുടെ മോചനത്തിനായി ഒരു വിമോചന സമരം പോലെ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ കേരളത്തിന്റെ പ്രശ്നം ഏറ്റെടുത്തിരിക്കുന്നു. അതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള അതിശക്തമായ ഈ പ്രതിഷേധ മാർച്ചിന്റെ അണിയൊലികൾ ഇന്ന് കേരളത്തിന്റെ ലോകത്തിന്റെ തന്നെ ലോക മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്ന തരത്തിൽ ഇന്ന് മാറുകയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ പ്രതിഷേധ മാർച്ചുകൾ. കാരണം ലോകത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മലയാളികളെല്ലാം തന്നെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇത്തരം ദുരവസ്ഥയിൽ ഇത്ര ദുസ്സഹമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന് കാരണഭൂതനായ കമലയുടെ കാന്തനായ കാരണഭൂതനായ പിണറായി വിജയൻ രക്ഷാൽ പിണറായി വിജയന്റെ രാജിമാത്രമാണ് ഇതിന്റെ ഏക പരിഹാരമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കാൻ വലിയ ശക്തമായി നിൽക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അവരുടെ മുതൽ നേതൃത്വം നൽകിക്കൊണ്ട് പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അഴിമതിയുടെ അഹങ്കാരത്തിന്റെ പ്രതീകമായ അഴിമതിയുടെ പ്രതീകമായ സ്വർണ്ണ മാഫിയകളുടെ പ്രതീകമായ സ്വർണ്ണ മാഫിയകളുടെയും മയക്കുമരുന്നിന്റെയും കഞ്ചാവ് ലോബികളുടെയും മണൽ മാഫിയകളുടെയും ഒക്കെ കളിത്തോഴനായി മാറിയ മുഖ്യമന്ത്രി പാവപ്പെട്ടവരെ മറന്നിരിക്കുന്നു. സാധാരണക്കാരനായ എല്ലാ ജനങ്ങളെയും മറന്നുകൊണ്ട് കോർപ്പറേറ്റുകളുടെ മണൽ മാഫിയകളുടെ അങ്ങനെയുള്ള ഉപജാപക സംഘടനകളുടെ പിടിയാളായി ഈ നാട്ടിൽ ഒരു മുഖ്യമന്ത്രി നമുക്ക് ആവശ്യമില്ല എന്നുറക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ശ്രീ പിണറായി വിജയൻ, ശ്രീ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീമാൻ പിണറായി വിജയൻ എത്രയും പെട്ടെന്നുകൊണ്ട് പിണറായി വിജയൻ അങ്ങ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നടന്നുവരുന്നത്.
കടന്നു വരുന്നു. ഈ മാർച്ച് കളക്ടറേറ്റിൽ എത്തിച്ചേരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം ശ്രീ പി കെ കൃഷ്ണദാസ് അവர்கள் ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുക. ഇതൊരു കേവലം ഒരു മാർച്ചല്ല, ഇത് കേവലം ഒരു പ്രതിഷേധമല്ല. ഈ നാടിന്റെ, ഈ കേരളത്തിന്റെ, ദൈവത്തിന്റെ വോത്സവം കൺട്രിയായ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ഈ അഴിമതിയിൽ നിന്നും, കേരളത്തെ ഈ വലിയൊരു ദുരിതാവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ദുർഘട സാഹചര്യത്തിൽ നിന്നും, കേരളത്തെ ഈ അപകട സാഹചര്യത്തിൽ നിന്നും രക്ഷിക്കാൻ, മോചിപ്പിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. അതിനായി നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പമല്ല, നിങ്ങളോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഈ കേരളത്തിലെ ജനങ്ങളോടൊപ്പമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ദേശീയ നിർവഹണ സമിതി അംഗം പി കെ കൃഷ്ണദാസ് അവർ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രമിക്കുവാൻ, അദ്ദേഹത്തെ കാണുവാനായി നൂറുകണക്കിന് ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുമ്പോൾ ഇത്തരം പ്രതിഷേധ റാലികൾ ഈ ഭരണസമിതി, ഈ ഭരണ സംവിധാനത്തെ തന്നെ തുടച്ച് തോത്തെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ജനങ്ങൾ വരേണ്ട, ജനങ്ങളോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി വരുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അഴിമതി ഭരണത്തെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കുവാൻ, അഴിമതിയുടെ കരിയും കറയും പുരണ്ട പിണറായി വിജയന്റെ ദുർഭരണം, ഈ ദുഷിച്ച നാടിക, ഈ ദുർഗന്ധം ലഭിക്കുന്ന ഈ വിഷലിപ്തമായ ഭരണ സംവിധാനത്തെ എത്രയും പെട്ടെന്ന് തുടച്ചു നീക്കി പുറത്താക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാരാധനായ അധ്യക്ഷൻ ശ്രീ എം വി ഗോപകുമാർ നയിക്കുന്ന പ്രതിഷേധ റാലി, പ്രതിഷേധ മാർച്ച് കളക്ടറേറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഉടൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നിർവഹണ സമിതി അംഗം സമാരാധനായ ശ്രീ പി കെ കൃഷ്ണദാസ് അവർ ഈ പരിപാടി, ഈ പ്രതിഷേധ റാലി, മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. കേരളത്തിന്റെ ദുർഭരണത്തിന് അനുവദിക്കുവാൻ മണൽ മാഫിയകളുടെയും സ്വർണ്ണക്കടത്ത് രാജാക്കന്മാരുടെയും സാമന്ത രാജാവായി പ്രവർത്തിക്കുന്ന പിണറായി വിജയൻ പാവപ്പെട്ടവനെ, കർഷക തൊഴിലാളിയെ, അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഒട്ടുവാക്കി അവരെ മറന്നുപോയ ഒരു മുഖ്യമന്ത്രി, ഏകാധിപതിയായ സ്വേച്ഛാധിപതിയായ ദുർഭരണത്തിന്റെ ദുർഭൂതമായി മാറി നിൽക്കുന്ന ശ്രീ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആലപ്പുഴ ജില്ല കമ്മിറ്റി നടത്തുന്ന, ആലപ്പുഴ ജില്ലാ അധ്യക്ഷതയിൽ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കളക്ടറേറ്റ് പടിക്കൽ എത്തിച്ചേർന്നിരിക്കുക. പോലീസുകാർ വലിയ ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് വലിയ സർവ്വസന്നാഹങ്ങളുമായിട്ട് ഈ മാർച്ചിനെ തടയുന്നുണ്ട്. പോലീസുകാരെ, പ്രിയപ്പെട്ട പോലീസുകാരെ, ഈ മാർച്ചിനെ തടയുക എന്നുള്ളതല്ല, ഇതൊരു ജനകീയ പ്രശ്നമാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സകല സമരമാണ്, ഒരു പോരാട്ടമാണ്. ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ്. ഇതിന്റെ ഭാഗമായി കേരളമുഖ്യ രാജിവെക്കൂ, സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും BJP
ബഹുമാന്യരായ സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ എല്ലാ കളക്ടറേറ്റുകളുടെ മുന്നിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി ആരും തന്നെ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അരാജകത്വം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് കേരളത്തിന്റെ ഭരണം അക്ഷരാർത്ഥത്തിൽ അരാജകത്വത്തിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്തിനും ഒക്കെ നേതൃത്വം നൽകുകയാണ്. എല്ലാ അഴിമതിയും കൂടെ നിന്നാൽ ഒരഴിമതിയും വെളിച്ചത്ത് വരില്ല, കൂടെ നിന്ന് മാറിയാൽ എല്ലാ അഴിമതിയും പുറത്തു വരും എന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു കേരളം. പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രി, രാഷ്ട്രീയ നേതാക്കളെയും സഹപ്രവർത്തകരെയും ഭയപ്പെടുന്ന മുഖ്യമന്ത്രി, എല്ലാത്തിനും വശംവദനാകുന്ന മുഖ്യമന്ത്രി, ഇന്ന് നാട് അരാജകത്വത്തിന്റെ പിടിയിൽ, ഇന്ന് സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, അവനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളം മാറുന്ന സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായി, ശക്തമായ പ്രക്ഷോഭവുമായി ഇന്ന് കേരളത്തിലെ തെരുവോരങ്ങളിൽ എല്ലാ സെക്രട്ടേറിയറ്റിലും എല്ലാ കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തുന്നത്. ഇവിടെ ആരാധനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ്, മുഖവുരകൾ ആവശ്യമില്ലാത്ത കേരളത്തിലെ നിരവധി ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, ബിജെപിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഈ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻജി, ദേശീയ നിർവാഹക സമിതി അംഗം വെള്ളിയാകുളം പരമേശ്വരൻ അവർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള വിമൽ രവീന്ദ്രൻ, അരുൺ അനൂപൻ എന്നിവർ ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. പാർട്ടിയുടെ ബഹുമാന്യരായിട്ടുള്ള നിരവധി നേതാക്കന്മാർ, സംസ്ഥാന സമിതി അംഗങ്ങൾ, ജില്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, മറ്റ് മോർച്ചകളുടെ നേതാക്കന്മാർ എല്ലാവരും തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതലായിട്ടൊന്നും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ജനകീയമായ പ്രക്ഷോഭത്തിനൊപ്പം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ കൈകോർക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ ആരാധനായിട്ടുള്ള പാർട്ടിയുടെ നേതാവ് PK കൃഷ്ണദാസിയെ എല്ലാവരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആദരണീയനായ BJP ജില്ലാ അധ്യക്ഷൻ ശ്രീ ഗോപകുമാർ, പാർട്ടിയുടെ സമാദരണീയനായ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻ, മുൻ ജില്ലാ അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായ ശ്രീ വെള്ളിയാകുളം പരമേശ്വരൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ വിമൽ, ശ്രീ അരുൺ, മറ്റ് BJPയുടെയും മോർച്ചകളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഈ കളക്ടറേറ്റ് മാർച്ച് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കണം, അതോടൊപ്പം തന്നെ LDF സർക്കാർ പുതിയ ജനവിധി തേടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം ഇന്ന് കേരളം ഒരു അധോലോക കേന്ദ്രമായിട്ട് അധപ്പതിച്ചു എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി സമ്മതിക്കുന്നു, ഭരണപക്ഷത്തുള്ള MLA സമ്മതിക്കുന്നു, എല്ലാവരും സമ്മതിക്കുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ്, കേരളം ഹവാലാക്കടത്ത് കേന്ദ്രമാണ്, കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ്, തീവ്രവാദ സംഘടനയുടെ ആസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്.
അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപ്പതിച്ചെങ്കിൽ, കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, ഇതിൽ ഒന്നാം പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കുകയും പുതിയ ജനവിധി തേടണമെന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന എന്തുകൊണ്ട് കേസെടുക്കണം? ക്രിമിനൽ കുറ്റം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി പറയുന്നു ഇടതുപക്ഷ സഹയാത്രികനും ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA-യുമായിരുന്ന അൻവർ സ്വർണ്ണക്കടത്തിന്റെ ഏജന്റാണ്, ഹവാലാക്കടത്തിന്റെ ആളാണ്, ഇതുപയോഗിച്ച് രാജ്യദ്രോഹ പ്രവർത്തനമാണ് നടത്തുന്നത്, ഇയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ട് എന്ന് പറയുന്നു. അൻവർ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ, അൻവർ ഹവാലാക്കടത്ത് നടത്തുന്നുണ്ടെങ്കിൽ, രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിൽ, അത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി വിരോധവും വിയോജിപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷമല്ല ഈ ബന്ധം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ അൻവർ ഈ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു MLA രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നു, തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട്, ഹവാല കടത്തുന്നു, സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടെങ്കിൽ, അതിനാവശ്യമായ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് അൻവറിനെതിരായിട്ട് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചില്ല? ഈ കള്ളക്കടത്തുകാരനും ഈ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവനും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവനും അവരെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുന്നതിന് പകരം ഒന്നാം തവണയും രണ്ടാം തവണയും MLA ആക്കി മാറ്റുക മാത്രമല്ല, ഈ കൊടും ക്രിമിനലിനെ പരിപൂർണമായി സംരക്ഷിക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഭാരതീയ നീതിന്യായ സംഹിത അനുസരിച്ച് 53-ാം വകുപ്പ് അനുസരിച്ച് കുറ്റം ചെയ്യുന്നവൻ മാത്രമല്ല പ്രതി കുറ്റവാളി, കുറ്റവാളികളെ സംരക്ഷിക്കുന്നവൻ, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവൻ അവനും കുറ്റവാളിയാണ്. 7 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ അനുഭവിക്കേണ്ട ഭാരതീയ നീതിന്യായ സംഹിതയിലെ 53-ാം വകുപ്പ് അനുസരിച്ച് കുറ്റം ചെയ്ത ആളാണ് മുഖ്യമന്ത്രി. അക്കാര്യം അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണ്. ഒന്ന്, കുറ്റവാളിയെ സംരക്ഷിച്ചു എന്നുള്ളത്. 2, അൻവർ ഉന്നയിച്ച ആരോപണം എന്താ? മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും എതിരായിട്ട് അൻവർ ഇതേ ആരോപണമാണ് ഉന്നയിച്ചത്. കള്ളക്കടത്ത് നടക്കുന്നു, സ്വർണ്ണക്കടത്ത്, ആഭ്യന്തര വകുപ്പിന് ബന്ധമുണ്ട്, ADGPക്ക് ബന്ധമുണ്ട്, മുഖ്യമന്ത്രി ഓഫീസിന് ബന്ധമുണ്ട്, മുഖ്യമന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിക്ക് ബന്ധമുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബന്ധമുണ്ട്. ഇത് മുഖ്യമന്ത്രിക്കുള്ള ബന്ധം തന്നെയല്ലേ? സ്വർണ്ണക്കടത്തിലും ഹവാലാക്കടത്തിലും അതേപോലെ രാജ്യദ്രോഹ പ്രവർത്തനത്തിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധത്തിലും മുഖ്യമന്ത്രി ഓഫീസിന്റെ ബന്ധമാണ് അൻവർ ചൂണ്ടിക്കാണിച്ചത്, അൻവർ ആരോപണമായി ഉന്നയിച്ചത്. അതിനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഭരണകക്ഷി MLA മുഖ്യമന്ത്രി ഓഫീസിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. നമ്മുടെ നാട്ടിൽ അധോലോകം ആഭ്യന്തര വകുപ്പിന് പുറത്തല്ല, അധോലോകം ആഭ്യന്തര വകുപ്പിന് അകത്താണ് എന്ന് ഇവ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കുക മാത്രമല്ല, മുഖ്യമന്ത്രി സ്വയം കുറ്റം ചെയ്തിരിക്കുന്നു, കുറ്റവാളിയായി മാറിയിരിക്കുന്നു. 2 വകുപ്പ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ളത്. ഒന്ന്, കുറ്റവാളികളെ സംരക്ഷിക്കുന്നു, മറ്റ് സ്വയം കുറ്റം ചെയ്തിരിക്കുന്നു. ഈ 2ന്റെ പേരിലും മുഖ്യമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? ഇപ്പോഴേ എന്താ ഇവിടെ പ്രശ്നം? ഈ കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷണമില്ല, ഹവാലാക്കടത്തിനെ കുറിച്ച് അന്വേഷണമില്ല, രാജ്യദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷണമില്ല,
തീവ്രവാദ സംഘടനകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചും യാതൊരു അന്വേഷണവും ഇല്ല. സ്വർണ്ണക്കടത്തും ഹവാല കടത്തുമെല്ലാം തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താ ആരാണ്, ഏതൊക്കെ തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമുണ്ട്? ഏതെല്ലാം ആളുകളാണ് ഈ സ്വർണ്ണക്കടത്തിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുള്ളത്? ഇതിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും ഇല്ല. അന്വേഷണത്തെ എന്തില്ല? ADGP RSS നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇതിനെക്കുറിച്ചാണ് അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ, ഈ അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ചല്ലേ അന്വേഷണം വേണ്ടത്? കേരളവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല ഈ വിഷയം. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമായിട്ട് കടുകിക്കളയാൻ സാധിക്കുന്നതല്ല. എന്റെയും നിങ്ങളുടെ മാതൃഭൂമിയായ ഭാരതത്തെ വെട്ടിക്കീറാൻ, ആഭ്യന്തര യുദ്ധമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന രാജ്യദ്രോഹികളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആഭ്യന്തര പ്രശ്നം എന്നതിനപ്പുറത്ത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനെക്കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത്? അതിനെക്കുറിച്ചല്ലേ റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടത്? പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഇന്നലെയും മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഒരക്ഷരം മതിയാടുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു റിപ്പോർട്ട് വരട്ടെ. ഏതാ റിപ്പോർട്ട്? ADGPയും RSS നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്താണോ പ്രശ്നം? ഖവാലക്കടത്താണോ പ്രശ്നം? രാജ്യദ്രോഹ പ്രവർത്തനമാണോ പ്രശ്നം? തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനമാണോ പ്രശ്നം? അല്ലെങ്കിൽ RSS നേതാക്കന്മാരും ADGPയും തമ്മിൽ സംസാരിച്ചതാണോ വിഷയം? യഥാർത്ഥ കാതലായ ഗുരുതരമായ വിഷയങ്ങളെ മാറ്റിനിർത്തി അപ്രധാനമായ വിഷയങ്ങളിലേക്ക് ജനശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇവിടെ രാജ്യദ്രോഹികളെയും തീവ്രവാദ സംഘടനകളെയും രക്ഷപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഞങ്ങൾ യോജിക്കുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം വെളിപ്പെടുത്തണം. ഇത്രയും കാലം നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്തെക്കുറിച്ച്, ഹവാലാക്കടത്തിനെ കുറിച്ച്, രാജ്യദ്രോഹ പ്രവർത്തനത്തെ സംബന്ധിച്ചും തീവ്രവാദ സംഘടനകൾ ഈ പണം കൈപ്പറ്റുന്നതിനെ കുറിച്ചും എല്ലാ റിപ്പോർട്ടുകളും പുറത്തുവെക്കാൻ, ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ? അത് തയ്യാറാകണ്ടേ? അൻവറിന് എല്ലാ കള്ളക്കടത്തുമായും അധോലോക പ്രവർത്തനവുമായി ബന്ധമുണ്ടെങ്കിൽ അൻവറിനെതിരെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നതിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നടപടി എന്താ? അത് ജനങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഗവർണർ ചോദിച്ചു, റിപ്പോർട്ട് ചോദിച്ചു. ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണത്തെക്കുറിച്ച് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാത്തത്? അൻവർ പറയുന്നു, ഞാനിവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട്, എല്ലാവരുടെയും ഫോൺ ചോർത്തിയിട്ടുണ്ട്. അൻവറായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളെയും ഫോൺ ചോർത്താൻ അൻവറിന് എന്ത് അധികാരമുണ്ട്? ആരാണ് അൻവറിന് അധികാരം കൊടുത്തത്? സ്വയം പ്രഖ്യാപനം നടത്തിയിട്ട് എന്തുകൊണ്ട് അൻവറിനെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? അതിനർത്ഥം അൻവർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളക്കടത്തുകാരനായ, ഹവാലക്കടത്തുകാരനായ, രാജ്യദ്രോഹ ബന്ധമുള്ള അൻവറിനെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും CPM നേതാക്കന്മാരും ഭയപ്പെടുന്നു എന്നുള്ളതല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി പറയുന്നു അൻവർ മാഫിയ തലവനാണെന്ന് പറയുന്നു. ശരിയാ. അൻവർ പറയുന്നു ADGPയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും മാഫിയ തലവന്മാരാണ്. ഞങ്ങൾ പറയുന്നു ഒരേ തലവന്റെ കീഴിലുള്ള രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള തെരുവിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അൻവർ, മറുഭാഗത്ത് പൊളിറ്റിക്കൽ മുഖ്യമന്ത്രി, ADGP പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈ ഒരു തലവന്റെ മുഖ്യമന്ത്രി എന്ന തലവന്റെ കീഴിലുള്ള രണ്ട് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പ്രിയമുള്ളവരെ കേരളത്തിൽ നടക്കുന്നത്. ഈ CPM-ൽ പാർട്ടി വിരിച്ചുവിട്ട് വേറെ പാർട്ടി പണിയെടുക്കുന്നതല്ലേ നല്ല ഇല്ലെന്ന് പാർട്ടിയാ? ഈ CPM-ന് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ സാധിക്കുമോ? ഈ ഭരണകൂടവും മാർക്സിസ്റ്റ് പാർട്ടിയും നമ്മുടെ കേരളത്തിന് അപകടകരമാണ്. പ്രിയമുള്ളവരെ, രാജ്യത്തിനും അപകടകരമാണ്.
പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഇപ്പം എന്താ പ്രശ്നങ്ങൾ മാറി മാറി വരിക. ഈ ഹവാല കടത്തിനെ കുറിച്ചും സ്വർണ്ണക്കടത്തിനെ കുറിച്ചും രാജ്യദ്രോഹ പ്രവർത്തനത്തിനെ കുറിച്ചും തീവ്രവാദ സംഘടനകൾ പ്രവർത്തനത്തെ കുറിച്ചും അന്വേഷിച്ചാൽ ആ അന്വേഷണം എവിടെയാ എത്തുക? മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ. അത് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? പൂരം കലക്കിനെ കുറിച്ച് RSS നേതാക്കന്മാരും ADGP തമ്മിൽ നടത്തിയ ചർച്ചയെ കുറിച്ച് ഇതിനെക്കുറിച്ചാണ് അന്വേഷണം. കള്ളക്കടത്തിനെ കുറിച്ചും അധോലോക പ്രവർത്തനത്തെ കുറിച്ചും അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തും. മുഖ്യമന്ത്രി പിന്നീട് മന്ത്രിപ്പദവിയിൽ ഇരിക്കാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല അഴികളെണ്ണേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് വ്യക്തമാണ്. ജയിലിനകത്തിരിക്കേണ്ട ആളാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. അതുകൊണ്ടാണ് പിണറായി രാജിവെക്കണം എന്ന് പറയുന്നത്. എത്ര ചങ്കുണ്ടെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയാൽ ഇരിക്കാണ് കസേരയല്ല മുഖ്യമന്ത്രി കസേര എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുക. പിന്നെ ഇപ്പോ അൻവറിന് എതിരായിട്ട് ഇപ്പൊ ഘോര പ്രസംഗിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇത്രയും വലിയ കൊടും കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അൻവറിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം 2 തവണ MLA ആക്കി. ഏറ്റവും ഒടുവിൽ പോലും പറഞ്ഞ എന്താ? അൻവർ പറഞ്ഞല്ല ശരിയാ. അൻവർ ഒരു സഖാവ. അൻവറും പറഞ്ഞു ഞാനൊരു സഖാവ. കാരണം ലക്ഷണമൊത്തൊരു സഖാവ ഇന്നത്തെ കാലത്ത്. ഇത് സ്വർണ്ണക്കടത്തും ഹവാലാക്കടത്തും തീവ്രവാദ ബന്ധവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ലക്ഷണമൊത്ത സഖാവായി മാറും. അൻവറും പറഞ്ഞു ഞാനൊരു സഖാവ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പ്രിയമുള്ളവരെ, ഇത്രയും കാലം CPM ഇടതുപക്ഷവുമായി CPM-മായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടും അൻവറിനെ ചുവപ്പിക്കാൻ CPM-ന് കഴിഞ്ഞില്ല. അൻവറിനെ വെളുപ്പിക്കാനാണ് CPM-ന് കഴിഞ്ഞത്. അൻവറിന്റെ എല്ലാ കള്ളക്കടത്തും എല്ലാ കള്ളപ്പണവും ഇത്രയും കാലത്തിനത് വെളുപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അൻവറിനെ ചുവപ്പിക്കാൻ കഴിഞ്ഞില്ല. ചോദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത് ഈ ഗവൺമെന്റ് ഒരു ദിവസം മുന്നോട്ട് പോകുന്നത് അത്രയും നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനും അപകടമാണ് എന്ന കാര്യത്തിൽ സംശയം. 8 വർഷം കൊണ്ട് ഈ കേരളത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജ്യദ്രോഹിയുടെ കേന്ദ്രമാക്കി മാറ്റി. ആകെ മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റം എന്താ ഉണ്ടായെന്നറിയോ? 8 വർഷം കൊണ്ട് പണ്ടെല്ലാം പറയാറ് മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നാണ്. പക്ഷെ ഇപ്പം മുഖ്യമന്ത്രി ചിരിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുന്നു എന്ന് മലയാളത്തിൽ ശൈലിയിൽ ഒരു ശൈലി. ഉത്തരം മുട്ടുമ്പോൾ ചിരിക്കുന്നു എന്നുള്ളത് പുതിയൊരു ശൈലിയായി മാറിയിരിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോൾ ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതെന്തൊരു മുഖ്യമന്ത്രിയാണ്? മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു അപകടം ഇപ്പൊ കേരളത്തിൽ ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, അന്വേഷണം നടത്തേണ്ടതും റിപ്പോർട്ട് ആവശ്യപ്പെടേണ്ടതും കേരളത്തിൽ നടക്കുന്ന അധോലോക പ്രവർത്തനത്തെ കുറിച്ച് രാജ്യദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച്. അതിൽ ആരൊക്കെ ഉൾപ്പെടും? തീവ്രവാദ സംഘടനകള്, നേതാക്കന്മാര്, അവരുമായി കൈകോർക്കുന്ന രാഷ്ട്രീയ നേതൃത്വം, ഇതൊക്കെ ഈ കേസിൽ വരും. പക്ഷേ ഇത് മറച്ചുവെക്കാൻ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാതെ RSS ADGP ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതിലേക്കാണ് നമ്മുടെ പ്രതിപക്ഷവും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സത്യത്തില് ഈ മുഖ്യമന്ത്രിയുടെ രക്ഷകരാണ്. മുഖ്യമന്ത്രിക്ക് രക്ഷാകവചം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നടത്തുന്ന പ്രവർത്തനം. നോക്കൂ, VD സതീശനും കോൺഗ്രസും UDF-ഉം സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നില്ല. കേരളത്തിൽ നടക്കുന്ന ഹവാലക്കടത്തിനെ കുറിച്ച്, രാജ്യദ്രോഹ പ്രവർത്തനത്തെ കുറിച്ച്, തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷിക്കണം, റിപ്പോർട്ട് വേണം എന്ന് VD സതീശനും കോൺഗ്രസോ UDF-ഓ ആവശ്യപ്പെടുന്നില്ല. അവർക്ക് എന്താ പ്രശ്നം? കേരളത്തിലെ സ്വർണ്ണക്കടത്തിലേക്കാൾ ഹവാലാക്കടത്തിലേക്കാൾ തീവ്രവാദ പ്രവർത്തനത്തിനേക്കാൾ അവരാവശ്യപ്പെടുന്നത് RSS ADGP ചർച്ചയെ കുറിച്ച് അന്വേഷിക്കണം. അത് തീവ്രവാദ പ്രവർത്തനം പ്രശ്നമല്ല, രാജ്യദ്രോഹ പ്രവർത്തനം പ്രശ്നമില്ല. ഹവാല
സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ച് പ്രശ്നമില്ല. അതിലൂടെ എന്താ ശ്രമിക്കുന്നത്? RSS ADGP ചർച്ചയിലേക്ക് ഇതിന് അന്വേഷണം വഴിമാറ്റിയാൽ രക്ഷപ്പെടുന്നത് LDF സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. അതിനുവേണ്ടിയാണ് VD സതീശനും പ്രതിപക്ഷവും ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രതിപക്ഷം വ്യാജ പ്രതിപക്ഷമാണ്, ഡ്യൂപ്ലിക്കേറ്റ് പ്രതിപക്ഷമാണ്. ഇത് ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതിപക്ഷമാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ളത്. ഞങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്താ? BJPയെ സംബന്ധിച്ച് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള TDP ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ബാധ്യത BJPക്കുണ്ട്. അത് ഞങ്ങളുടെ മുന്നണി ധർമ്മമാണ്. ബീഹാറിലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് BJPയുടെ മുന്നണി ധർമ്മമാണ്. അതുപോലെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ CPM-ന്റെ ഭരണത്തെ സംസ്ഥാനത്ത് സംരക്ഷിക്കണം, നിലനിർത്തേണ്ടത് കോൺഗ്രസിന്റെ മുന്നണി ധർമ്മമാണ്. ആ ധർമ്മമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് രാജ്യമാണ് വരുന്നത്, രാഷ്ട്രത്തിന്റെ ഐക്യമണ്ഡലമാണ് വരുന്നത്. അതിന് അപകടകരമാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുഖ്യമന്ത്രി ഈ LDF സർക്കാരും. കോൺഗ്രസിനെ സംബന്ധിച്ച് അർത്ഥവും അധികാരവുമാണ് വരുന്നത്, നോട്ടും വോട്ടുമാണ് വരുന്നത്. കോൺഗ്രസിനെയും CPM-നെയും നയിക്കുന്നത് നോട്ടും വോട്ടുമാണ്. രാജ്യദ്രോഹ ദേശവിരുദ്ധ സംഘടനകളിലേക്ക് അന്വേഷണം എത്തുമെന്ന് കണ്ടപ്പോ പ്രതിപക്ഷവും ഭരണപക്ഷവും അതിന് മാറിയിരിക്കുകയാണ്. അതിനർത്ഥം ഇവിടെ കേരളത്തിലും ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലും രാജ്യവിരുദ്ധ ശക്തികളുമായി, ദേശവിരുദ്ധ സംഘടനകളുമായിട്ടുള്ള ബന്ധമുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസും CPM-ഉം ഈ രാജ്യദ്രോഹ സംഘടനകളുമായി കൈകോർത്തിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അധികാര നോട്ടിനും വോട്ടിനും വേണ്ടി അവരെന്തും ചെയ്യും. ഈ കേരളത്തിൽ എത്രയോ കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവപ്പൻ കരങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് 2004 മൻമോഹൻ സിംഗ് കോൺഗ്രസ് നേതാവ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. അതാണ് കോൺഗ്രസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ജാതി മത രാഷ്ട്രീയത്തെ അതീതമായി നമ്മുടെ കേരളത്തെയും രാജ്യത്തെയും സംരക്ഷിക്കാൻ ഈ കള്ളക്കടത്തുകാരനായിട്ടുള്ള, സ്വർണ്ണക്കടത്തുകാരനായിട്ട്, ഹവാലക്കടത്തുകാരനായിട്ടുള്ള കേരളത്തെ അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധിപതിപ്പിച്ച ഈ മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും രാജ്യസ്നേഹികളായ മുഴുവൻ ആളുകളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം അഭ്യർത്ഥിക്കുക. കേരളത്തിൽ വികസനം നടക്കുന്നില്ല, പാവപ്പെട്ടവർ പെൻഷൻ കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല, മാത്രമല്ല ആശുപത്രിയിൽ മരുന്നില്ല, ഡോക്ടറില്ല, ഒന്നുമില്ല. സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഗവൺമെന്റ് രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ സർക്കാർ രാജിവെച്ചുകൊണ്ട് പുതിയ ജനവിധി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് BJP സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇത് സംഘടിപ്പിച്ചുള്ള ഈ കളക്ടറേറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കിലേക്ക് വിരാമം ഇടുന്നു. നമസ്കാരം. ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻജിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആരാധനായ അധ്യക്ഷൻ ശ്രീ MV ഗോകുമാർ, ജില്ലാ അധ്യക്ഷൻ, നമ്മുടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവും നമ്മുടെ കരുത്തനായ നേതാവ് ശ്രീ PK കൃഷ്ണദാസ് ജി അവർകൾ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ശ്രീ അരുണൻ, ശ്രീ വിമൽ രവീന്ദ്രൻ, ശ്രീ ശ്യാം, മണ്ഡലം പ്രസിഡന്റുമാർ, നമ്മുടെ ജില്ലാ ഭാരവാഹികൾ കർത്താജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, ശ്രീ വെള്ളിയാകുളം രമേശ് ഞാനൻ, മറ്റ് സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇനിയുടെ പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇനി ഒരു നിമിഷം പോലും തുടരുവാൻ സാധ്യമല്ല എന്ന് നമ്മുടെ ആരാധ്യനായ നേതാവ് ശ്രീ PK കൃഷ്ണദാസ് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപനം ഏറ്റെടുത്തുകൊണ്ട് നാളുകളിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനതയും അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. ഇന്ന് ഇതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് ഇന്ന് ഈ ആരോപണം
ആരോപണങ്ങൾ ശരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ ഏറ്റവും അവസാനം CPM-ന്റെ ഒരു കള്ളക്കളിയുടെ ഭാഗമായി ഒരു PR-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു PR-ലേക്ക് ഈ കേരളത്തിൽ നടക്കുന്ന മുഴുവൻ അഴിമതിയും കൊള്ളരുതായ്മയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും സ്ത്രീപീഡനവും ഇല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാതാക്കുവാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ഒരു PR എന്ന വാക്കുകൊണ്ട് ഈ ജില്ലയിൽ നിന്നുള്ളൊരു നേതാവിന്റെ മകനുമായി ബന്ധപ്പെട്ടൊരു വിഷയം എടുത്തുകൊണ്ട് ഇതെല്ലാം ജനങ്ങളെ കണ്ണിൽ പൊടിയിടുവാൻ മാർക്സിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയും ശ്രമിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ പിണറായി വിജയൻ തയ്യാറാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, ഇല്ല എങ്കിൽ BJP-യുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് ഇന്ന് ആരംഭിക്കുന്ന ഈ സമരം ഒരു തീച്ചുളയായി മാറിക്കൊണ്ട് നാളുകളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് ഈ സംസ്ഥാനം വിട്ടുപോകുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാർച്ചിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിമൽ രവീന്ദ്രനെ ക്ഷണിക്കുന്നു. ഈ മാർച്ചിന് നൽകുന്ന പാർട്ടിയുടെ പ്രിയങ്കരനായിട്ട് ജില്ലാ അധ്യക്ഷൻ ശ്രീ MV കുമാർജി, ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ നേതാവ് ശ്രീ PK കൃഷ്ണദാസ്ജി, സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്തളം പ്രതാപൻജി, സഹപ്രവർത്തക സഹോദരങ്ങളെ, ദേശദ്രോഹ ശക്തികളെ മടിയിലിരുത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന പിണറായി വിജയനെതിരെ അതിശക്തമായ ജനരോഷം ഉയർത്തിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. പിണറായി വിജയന്റെ ഭരണം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ദേശദ്രോഹ ശക്തികൾക്കും ഹവാല മാഫിയ ഇടപാടുകാർക്കും പണക്കാർക്കും സ്വർണ്ണക്കടത്തുകാർക്കും എല്ലാവിധ ഒത്താശകൾ നൽകിക്കൊണ്ടിട്ടുള്ള സംസ്ഥാന ഭരണമാണ് ഇവിടെ നടക്കുന്നത്. കേവലം 1500 രൂപയുടെ സാമൂഹിക ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കേരളത്തിൽ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു PR വർക്കിലൂടെ സ്വന്തം പ്രതിച്ഛായ മിനുക്കിയെടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന ഈ നീക്കം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ മുഖം വികൃതമായ പിണറായി വിജയൻ സർക്കാർ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ ആരംഭിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ജനവിധി നേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള ഈ പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾ ഉയർത്തുന്ന പ്രതിഷേധം തന്നെയാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകാർക്ക് തീരെഴുതി കൊടുത്തുകൊണ്ട് 8 വർഷത്തെ കേരള ഭരണം നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ മുഴുവൻ വകുപ്പുകൾ അടക്കം തന്നെ ഇത് വലിയ അഴിമതി നടമാടുകയാണ്. അത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ വികസന പണം അത് വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനം പൂർണ്ണമായി എത്തിപ്പറിച്ചുകൊണ്ടുള്ള ഒരു ദുർഭരണമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭരണത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി വരും ദിവസങ്ങളിലും BJP മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ കളക്ടറേറ്റ് മാർച്ചിന് സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കാൻ നന്ദി രേഖപ്പെടുത്താൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ ആൽവിതനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പ്രതിഷേധ മാർച്ചിന്റെ ആരാധനായിട്ടുള്ള അധ്യക്ഷൻ, പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീമാൻ MV ഗോപകുമാർജി, ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ്ജി, സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ പന്തളം പ്രതാപൻജി അടക്കമുള്ള ഇന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാദര നമസ്കാരം. കേരളത്തിന്റെ ഭരണസിരാകേന്ദ്രം ചലിപ്പിക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സാധാരണക്കാരന്റെ വോട്ട് നേടി അധികാരത്തിലെത്തി 8 വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് BJP ഉയർത്തുന്ന ഒരാശങ്ക, ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ താവളമായി മാറിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിലേക്ക് മുന്നോട്ട് വിളിച്ചു പറയുന്നു. കേരളത്തിന്റെ ഭരണം ചലിപ്പിക്കേണ്ടുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദേശവിരുദ്ധ ശക്തികളുടെ താവളമായി മാറിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ,
ഈ നാടിനാപത്തായിക്കൊണ്ടിരിക്കുന്ന, ഈ ദേശത്തിനാപത്തായിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയന്റെ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ തുടർ ദിവസങ്ങളിൽ ഇത് തുടർന്ന് സമരങ്ങളായിട്ട് മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ സമരത്തിന്റെ നേതൃത്വം നൽകിയ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള ജില്ലാ അധ്യക്ഷന് ഈ പ്രതിഷേധ മാർച്ചിന്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ഏറെ ബഹുമാനായിട്ടുള്ള പി കെ കൃഷ്ണദാസ് ജി, അദ്ദേഹത്തിന് ഈ പ്രതിഷേധ മാർച്ചിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഏറെ ബഹുമാനായിട്ടുള്ള പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ജി, അദ്ദേഹത്തെ ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളും. ഈ യോഗത്തിൽ പങ്കെടുത്ത പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ശ്രീ വെളിയാകുളം പരമേശ്വരൻ ജി, ശ്രീമാൻ കെ ജി കർത്ത അടക്കമുള്ള പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള മണ്ഡലം പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കമുള്ള എല്ലാ പ്രവർത്തകർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള, ഈ പ്രതിഷേധ മാർച്ചിന്റെ പേരിലുള്ള നന്ദി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ഈ സമരം ഇവിടെ സമാപിക്കുകയാണ്. കേരളത്തിലെ 13 കളക്ടറേറ്റുകളിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും നടത്തിയിട്ടുള്ള മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ ആലപ്പുഴയിൽ ഈ കളക്ടറേറ്റ് മാർച്ച് നമ്മൾ സംഘടിപ്പിക്കുന്നത്. തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ തീരുമാനിച്ചത്. പക്ഷേ ആലപ്പുഴയിലെ പോലീസ് കളക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ദൂരെയാണ് നമ്മളെ തടഞ്ഞിട്ടുള്ളത്. ഇതെല്ലാവർക്കും ബാധകമാണോ എന്ന് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. കാരണം CPM-നും കോൺഗ്രസിനും ഒക്കെ ഇത് ബാധകമാണോ എന്ന് നമുക്കറിയണം. പക്ഷെ പോലീസ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. ആ BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അവിടെ കളക്ടറേറ്റിൽ ചെല്ലണമെന്ന് വെച്ചാൽ ചെല്ലും. ഇപ്പൊ തീരുമാനിച്ചാലും ചെല്ലും. അത് യാതൊരു സംശയവും വേണ്ട. ഇവിടെ തടഞ്ഞതുകൊണ്ട് ഞങ്ങളെ തടഞ്ഞു എന്നൊന്നും അഭിമാനിക്കേണ്ട. കാരണം BJP തീരുമാനിച്ച സമരമൊക്കെ നടത്തിയിട്ടുണ്ട്, അത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതിലൂടെ നല്ല ചുളക്കുട്ടികൾ ആലപ്പുഴയിൽ ഇപ്പോഴും BJP ഉണ്ട് എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയാൽ നന്ന്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് 100% സമാധാനപരമായി ആ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതിഷേധം ഈ ഗവൺമെന്റിനെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളെ സംബന്ധിച്ച് അത് തന്നെയാണ്, അത് സൂചനാ സമരമാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് കൃത്യമായി നമ്മൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ആ കാര്യം ഒന്ന് ആലപ്പുഴയിലെ പോലീസും അധികാരികളും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ എല്ലാവിധ ഇവിടെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ആരാധനായിട്ടുള്ള കൃഷ്ണദാസ് ജി, BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം, എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ആലപ്പുഴയിലെ ഈ കളക്ടറേറ്റ് ഉദ്ഘാടനത്തിന് വേണ്ടി, മാർച്ച് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാ പ്രവർത്തകരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിഷേധ സമരം വിജയിപ്പിച്ച എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പ്രതിഷേധ സമരം കളക്ടറേറ്റ് മാർച്ച് ബന്ധപ്പെട്ട ഈ പ്രതിഷേധ യോഗം സമാപിച്ച് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.